ഹായ്, വെൽക്കം ടു ട്രൈക്കിൾ. ട്രൈക്കിൾ പ്ലേസ്മെന്റ് സീരീസിന്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെ ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റിന് പ്രാപ്തരാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എല്ലാ പ്ലേസ്മെന്റ് ഇന്റർവ്യൂസിനും വളരെ കോമൺ ആയി ചോദിക്കുന്ന മറ്റൊരു ചോദ്യവുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. എന്താണ് ആ ചോദ്യം എന്നല്ലേ? വൈ ഡു യു വാണ്ട് ദിസ് ജോബ്, അല്ലെങ്കിൽ വൈ ഷുഡ് വി ഹയർ യു? ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ചോദ്യത്തിന് നമ്മൾ കൃത്യമായി മറുപടി കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഈ ജോലിക്ക് വേണ്ടി വളരെ ഡെസ്പറേറ്റ് ആണ്, അതായത് ഈ ജോലി കിട്ടിയില്ലെങ്കിൽ വേറൊരു രക്ഷയില്ല എന്നുള്ളൊരു ഇംപ്രഷൻ, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ സ്വന്തം സ്കിൽസിനെ കുറിച്ച് ഒരു സെൽഫ് അവയർനെസ് ഇല്ല, വിശ്വാസമില്ല എന്നുള്ള ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, വൈ ഡു യു വാണ്ട് ദിസ് ജോബ് എന്നൊരു ഇന്റർവ്യൂവർ ചോദിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഉത്തരം പറയാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ആൾക്കാർ ഉത്തരം പറയാറ്? സോ വൈ ഡു യു വാണ്ട് ദിസ് ജോബ്? കമ്പനി നല്ലതാണ്, സാലറിയും നല്ലോണം ഉണ്ട്, സോ ഐ തിങ്ക് ദിസ് ഈസ് എ ഗുഡ് ജോബ്. സോ വൈ ഡു യു വാണ്ട് ദിസ് ജോബ്? ഐ എം എ വെരി ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. ഞാനൊരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആണ്, എന്നെ പോലുള്ള ഒരു എംപ്ലോയിയെ നിങ്ങൾക്ക് വേറെ കിട്ടില്ല. ഇതൊന്നും നല്ല ഉത്തരങ്ങളല്ല. കാരണം ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ നിങ്ങളൊരു കെയർ ഫ്രീ പേഴ്സൺ ആണ്, അല്ലെങ്കിൽ അരഗന്റ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളാണ് എന്നുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും. സോ ആസ് ഓൾവേസ് ഈ ചോദ്യത്തിലൂടെ ഇന്റർവ്യൂവർ എന്താണ് അറിയാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഈ ജോലിക്ക് പറ്റിയ ആളാണോ? ഈ ജോലിക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസ് ആൻഡ് ക്വാളിറ്റീസ് നിങ്ങൾക്കുണ്ടോ? ഈ ജോലിയോടുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? അതുപോലെ തന്നെ മറ്റ് കാൻഡിഡേറ്റ്സിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തമാക്കുന്ന എന്ത് യുണീക്ക് എബിലിറ്റീസ് ആൻഡ് ക്വാളിറ്റീസ് ആണ് നിങ്ങൾക്കുള്ളത്? അതായത് നിങ്ങളുടെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഈ ജോലി എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഈ ചോദ്യത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഷോ ഇൻട്രസ്റ്റ്. നമ്മളെ ഹയർ ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് മാത്രമല്ല, നമ്മളെ ഹയർ ചെയ്യുന്നതിലൂടെ കമ്പനിക്ക് എന്തൊക്കെ ഗുണങ്ങളാണ്, എബിലിറ്റീസ്, സ്കിൽസ് ആൻഡ് ക്വാളിറ്റീസ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത് എന്നുള്ളത് കൂടി ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ നന്നായി മനസ്സിലാക്കി വെക്കുക. എന്താണ് ജോബ് റോൾ, കമ്പനി ആവശ്യപ്പെടുന്ന സ്കിൽസ് എന്തൊക്കെയാണ്, അതിൽ ഏതൊക്കെ സ്കിൽസ് നമുക്കുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സ്പെസിഫിക് ആയിട്ട് ജോലിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായി കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കി വെക്കുക. അതായത് ഡു യുവർ റിസർച്ച് ഓൺ ദ കമ്പനി. ഫൗണ്ടർ ആരാണ്, എന്താണ് കമ്പനിയുടെ ഹിസ്റ്ററി, എന്തൊക്കെ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്, കറന്റ് ഇയർ പ്രോഫിറ്റ് ഓർ ലോസ് എന്താണ്, ഷെയർ പ്രൈസ് എന്താണ്, എന്തൊക്കെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ടിവിറ്റീസ് ആണ് കമ്പനി ചെയ്യുന്നത്, എന്താണ് കമ്പനിയുടെ മിഷൻ, വിഷൻ, വാല്യൂസ് എന്നൊക്കെയുള്ളത് മനസ്സിലാക്കി വെക്കുന്നതിലൂടെ കമ്പനിക്കും നിങ്ങൾക്കും കോമൺ ആയി അപ്ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് എന്താണ് എന്ന് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും നമുക്ക് സാധിക്കും. ഇതിലൂടെ ജോലിയെക്കുറിച്ചും കമ്പനിയെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നമ്മുടെ സ്കിൽസ്, എബിലിറ്റീസ് ആൻഡ് എക്സ്പീരിയൻസ് ഈ കമ്പനിക്ക് എങ്ങനെയാണ് ബെനിഫിഷ്യൽ ആവുക എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? അത് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് മെത്തേഡാണ് സിറ്റുവേഷൻ സ്കിൽ റിസൾട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഞാൻ ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആണ്, ഞാൻ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് ചുമ്മാ പറയുന്നതിന് പകരം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, അതിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ്, സ്കിൽസ് ഉപയോഗിച്ചു, ഇതായിരുന്നു ആ സിറ്റുവേഷന്റെ റിസൾട്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ചെറിയ സ്റ്റോറി പറയുന്നതായിരിക്കും. ഇതിന് പുറമെ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ്, ഇന്റേൺഷിപ്സ്, പ്രോജക്ട്സ്, പ്രസന്റേഷൻസ്, വോളണ്ടിയർ വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അത് നിങ്ങളെ മറ്റ് കാൻഡിഡേറ്റ്സിൽ നിന്ന് വേർതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ ജോലി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നത്, കമ്പനിക്കും നിങ്ങൾക്കും കോമൺ ആയിട്ടുള്ള സ്കിൽസ് എന്തൊക്കെയാണ്, അതുപോലെ കമ്പനിയെക്കുറിച്ചും ജോബിനെ കുറിച്ചും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, അതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്ന സ്കിൽസ്, എബിലിറ്റീസ് ആൻഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട്. സോ ഈ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം എങ്ങനെ പറയും എന്നുള്ളതല്ലേ? പ്ലീസ് ചെക്ക് ഔട്ട് ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ബിലോ. ഇതുപോലെ മറ്റൊരു ചോദ്യവുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.